ഭാരതത്തിലെ ദിവ്യായുധങ്ങൾ അന്നും ഇന്നും. കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം. ഞാൻ മുരളി ബൊമ്മണൂർ. കാവ്യരശ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയവുമായാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇതിഹാസ പുരാണാദികളിൽ വിസ്തരിച്ചിരിക്കുന്ന യുദ്ധരീതികളിൽ പൊതുവെ 4 തരം സൈനിക വിഭാഗങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആനപ്പട, തേർപ്പട, കുതിരപ്പട, കാലാൾപ്പട എന്നിവയാണ് അവ. ഇവ 4 ചേർന്ന് ചതുരംഗപ്പട എന്ന് അറിയപ്പെടുന്നു. പ്രാചീന ഭാരതത്തിലെ വലിയ ഒരു സേനാവിഭാഗം, അതിനെ അക്ഷൗഹിണി എന്ന് വിളിക്കുന്നു. അതിൽ 21,870 ആന, അത്രയും തന്നെ രഥം, അതിൻ്റെ 3 ഇരട്ടി അതായത് 65,610 കുതിര, അതിൻ്റെ 5 ഇരട്ടി 1,09,350 കാലാൾ എന്നിവ അടങ്ങിയ സൈന്യവ്യൂഹത്തെ അക്ഷൗഹിണി എന്ന് പറയുന്നു. അക്ഷൗഹിണിക്ക് മേൽ മഹാക്ഷൗഹിണി എന്നൊരു വിഭാഗം കൂടി ഉണ്ട്. ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിലെ യുദ്ധവർണ്ണനയിൽ പാണ്ഡവപക്ഷത്ത് 7 അക്ഷൗഹിണിപ്പടയും കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണിപ്പടയും അണിനിരന്ന് 18 അക്ഷൗഹിണിപ്പട ആ യുദ്ധത്തിൽ മരിച്ചതായി പറയുന്നു. അമരകോശത്തിൽ അക്ഷൗഹിണിപ്പടയെ ഇങ്ങനെ വിസ്തരിച്ചിരിക്കുന്നു. ഏകേ ഭൈകരധാത്രേഷ്വാ പത്തീഃ പഞ്ചപദാധികാ പത്യംഗൈ സ്ത്രീഗുണൈർസർവൈഃ ക്രമാദാഖ്യാ യഥോത്തരം സേനാമുഖം ഗുൽമഗണൗ വാഹിനി പൃതനാചമൂഃ അനീകിനി ദശാനിക്കിന്നക്ഷഹൂണ്യത സമ്പതി. ഇതനുസരിച്ച് ഒരാന, 1 രഥം, 3 കുതിര, 5 കാലാൾ ഇവ ചേർന്ന സൈന്യത്തെ പത്തി എന്ന് പറയുന്നു. 3 പത്തി ചേർന്നത് സേനാമുഖം, 3 ആന, 3 രഥം, 9 കുതിര, 15 കാലാൾ എന്നിങ്ങനെ. 3 സേനാമുഖം ചേർന്നത് ഗുൽമം, 3 ഗുൽമം ചേർന്നത് ഒരു ഗണം, 3 ഗണം ചേർന്നത് വാഹിനി, 3 വാഹിനി ചേർന്നത് പൃതന, 3 പൃതന ചേർന്നത് ചമു, 3 ചമു ചേർന്നത് അനീകിനി, 10 അനീകിനി ചേർന്നത് ഒരക്ഷൗഹിണി. അങ്ങനെയാകുമ്പോൾ ഒരക്ഷൗഹിണിയിൽ 21,870 ആനയും 21,870 രഥവും 65,610 കുതിരയും 1,09,350 കാലാളും അടങ്ങുന്നു. വൈവിധ്യങ്ങളായ ആയുധങ്ങൾ ഈ 4 വിഭാഗത്തിൽപ്പെട്ട യുദ്ധവീരന്മാർ ഉപയോഗിച്ചിരുന്നതായി വിസ്തരിച്ചു കാണുന്നു. വാൾ, വില്ല്, ഋഷ്ടി, തോമരം, വേൽ, ഗദ എന്നിവയായിരുന്നു പ്രധാന ആയുധങ്ങൾ. ഇവയിൽ അമ്പും വില്ലും ഉപയോഗിച്ചുള്ള യുദ്ധരീതി പല പുരാണങ്ങളിലും വിസ്തരിച്ചു പ്രതിപാദിച്ചു കാണുന്നു. ധനുസ് എന്നാൽ വില്ല് എന്നാണല്ലോ അർത്ഥം. അസ്ത്രം എന്നതിന് അമ്പ് എന്നും ആകുന്നു. ഇവിടെ വിവിധ തരത്തിലുള്ള അസ്ത്രങ്ങളെക്കുറിച്ച് വിശദമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവയിൽ പ്രധാനപ്പെട്ട ചില അസ്ത്രവിശേഷങ്ങളാണ് ബ്രഹ്മാസ്ത്രം, നാരായണാസ്ത്രം, പാശുപതാസ്ത്രം, ആഗ്നേയാസ്ത്രം, നാഗാസ്ത്രം, വാരുണാസ്ത്രം എന്നിവയെല്ലാം. പൗരാണിക കാലത്ത് അഥവാ യുഗങ്ങൾക്ക് മുൻപ് ഭാരതം എന്ന നാമധേയത്തിലായിരുന്നില്ല ജംബൂദ്വീപത്തിലെ ഭാരതഖണ്ഡത്തിലെ പല സ്ഥലങ്ങളും അറിയപ്പെട്ടിരുന്നത്. അവയാവട്ടെ ദ്വാരക, മധുര, ഹസ്തിനപുരി, ഇന്ദ്രപ്രസ്ഥം, അങ്ങനെ പലവിധം പേരുകളിലായിരുന്നു. എത്രയോ ലോകയുദ്ധങ്ങൾക്ക് ഭൂമിമാതാവ് സാക്ഷ്യം വഹിച്ചു. പരീക്ഷിച്ചു ഫലപ്രാപ്തി ഉറപ്പാക്കിയ ശേഷമാണ് അന്നും ആയുധങ്ങൾ പ്രയോഗിച്ചിരുന്നത്. അതിൽ ഒരേ അസ്ത്രത്തിനാൽ പല ലക്ഷ്യങ്ങൾ, മൾട്ടിപ്പിൾ ടാർജറ്റ്, എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000 എന്ന തരത്തിലുള്ള വാക്യങ്ങളൊക്കെ നാം പഠിച്ചിട്ടുണ്ടല്ലോ. ഈ കലിയുഗ കാലത്തിലും അതിൻ്റെയൊക്കെ പരിഷ്കരിച്ച പതിപ്പുകളല്ലേ നാം ഇന്നു കാണുന്ന മിസൈലുകൾ, ഭൂതല മിസൈലുകൾ, ഭൂഖണ്ഡാന്തര മിസൈലുകൾ തുടങ്ങിയവ. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ അന്ന് നിലവിലിരുന്ന നാഗാസ്ത്രത്തിൻ്റെയും വാരുണാസ്ത്രത്തിൻ്റെയും ആഗ്നേയാസ്ത്രത്തിൻ്റെയും എല്ലാം മറ്റൊരു
പതിപ്പല്ലേ ഇന്നുപയോഗിക്കുന്ന ജൈവ രാസായുധങ്ങൾ, ബയോകെമിക്കൽ വെപ്പൺസ്, സർവ്വവിനാശകാരിയായ ആണവ പോർമുനകൾ, ന്യൂക്ലിയർ വാർഹെഡ്സ്, ഇതെല്ലാം തന്നെ പഴമയുടെ ഒരു പുതിയ പതിപ്പല്ലേ എന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്ന് തോന്നുന്നു. മഹാഭാരതത്തിൽ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. അണുബോംബിന്റെ അതേ പ്രവർത്തന തത്വം തന്നെ ആയിരുന്നു അതെന്ന് വേണം കരുതാൻ. ബ്രഹ്മാസ്ത്രം മാത്രമല്ല, നാരായണാസ്ത്രം, പാശുപതാസ്ത്രം ഇവയെല്ലാം മാരകമായ പ്രഹരശേഷിയിൽ വ്യത്യസ്തമാണ്. ബ്രഹ്മാസ്ത്രത്തിൻ്റെ ചരിത്രം ദീർഘമാണ്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണത്. പരമശിവൻ ഈ അസ്ത്രം അഗസ്ത്യന് നൽകി. അഗസ്ത്യൻ അഗ്നിവേശനും, അഗ്നിവേശൻ ദ്രോണർക്കും, ദ്രോണർ വത്സല ശിഷ്യൻ അർജുനനും കൈമാറി. സത്യം പുലർത്തുകയും ധർമ്മം നിലനിർത്തുകയുമാണ് ബ്രഹ്മാസ്ത്ര സൃഷ്ടിയുടെ ലക്ഷ്യം. ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മിസൈൽ പദ്ധതിക്ക് ബ്രഹ്മോസ് എന്ന് പേരിട്ടതും ഇതൊന്നും അറിയാതെയല്ലല്ലോ. ബ്രഹ്മാസ്ത്രത്തിന് പ്രത്യസ്ത്രം, ആൻറ്റി മിസൈൽ ഇല്ല. ഒരിക്കൽ പ്രയോഗിച്ചാൽ അത് തിരിച്ചെടുക്കാനും സാധ്യമല്ല. അതുകൊണ്ടാവാം ദ്രോണാചാര്യർ സ്വന്തം പുത്രനായ അശ്വത്ഥാമാവിനെ ആദ്യം ആ ബ്രഹ്മാസ്ത്രവിദ്യ കൊടുക്കാൻ മടിച്ചതും. മറ്റൊരു വിഖ്യാതമായ അസ്ത്രമാണ് നാരായണാസ്ത്രം. ഭഗവാൻ ശ്രീഹരിയുടെ ആയുധ സൃഷ്ടിയാണ് നാരായണാസ്ത്രം. കുരുക്ഷേത്രത്തിൽ ദ്രോണർ വീണ ദിവസം അശ്വത്ഥാമാവിൻ്റെ അസ്ത്രപ്രയോഗം എല്ലാവരും കണ്ടതാണ്. ക്രുദ്ധനായ അശ്വത്ഥാമാവിനെ അർജുനനും ഭീമനും ഒരുമിച്ച് നേരിട്ടു. ഘോരമായ ശരവർഷം നടന്നു. അശ്വത്ഥാമാവ് പാണ്ഡവപ്പടയെ ചുട്ടു വെണ്ണീറാക്കിക്കൊണ്ടിരുന്നു. അർജുനന്റെ ശരമേറ്റ് അശ്വത്ഥാമാവിൻ്റെ വില്ലൊടിഞ്ഞു. കോപാന്ധനായ അശ്വത്ഥാമാവ് നാരായണാസ്ത്രം പ്രയോഗിച്ചു. നാരായണാസ്ത്രം ആകാശത്തേക്കുയർന്ന് 1000-10,000 ലക്ഷങ്ങളായി വളർന്ന് പാണ്ഡവപ്പടയെ മുടിച്ചു. അർജുനൻ വിവശനായി തളർന്നു നിന്നു. നാരായണാസ്ത്രം ഭീമന്റെ രഥം ചുട്ടുകരിച്ചു. ഭീമൻ മരിച്ചു എന്ന് എല്ലാവരും കരുതി. ഉടൻ കൃഷ്ണൻ വിളിച്ചു പറഞ്ഞു, അർജുന, ഭീമ, എല്ലാവരും ആയുധം താഴെ വയ്ക്കുക. നാരായണാസ്ത്രത്തെ ശസ്ത്രം കൊണ്ട് നേരിട്ടാൽ അത് ഇരട്ടിയായി ശക്തി പ്രാപിക്കും. അതുകൊണ്ട് എല്ലാവരും ആയുധം വെച്ച് തേരിൽ നിന്നിറങ്ങി കൈകൂപ്പി അസ്ത്രത്തെ വണങ്ങുക. അത് താനേ അടങ്ങിക്കൊള്ളും. പാണ്ഡവപ്പട എല്ലാ ആയുധങ്ങളും താഴെ വെച്ച് നിന്ന് വണങ്ങി. അസ്ത്രം സ്വയം അടങ്ങി. ഇന്നതിന് നാരായണാസ്ത്രത്തിന് സമാനമായി കലിയുഗത്തിൽ ഉള്ളത് ക്ലസ്റ്റർ ബോംബാണെന്ന് പറയാം. വിമാനത്തിൽ നിന്ന് ഒരു മേഘപടലം പോലെ വർഷിക്കുന്ന ഈ ബോംബ്, ഇതിനെ മറ്റൊരു ക്ലസ്റ്റർ ബോംബ് കൊണ്ട് നേരിട്ടാൽ എന്തായിരിക്കും ഫലം? നാരായണാസ്ത്രം എതിർക്കുമ്പോൾ ഇരട്ടി ശക്തിയായി കൂടുന്നു. അതുതന്നെയല്ലേ ഇവിടെയും സംഭവിക്കുന്നത്? അവിടെ സർവനാശം സംഭവിക്കുന്നു. അതുകൊണ്ടാവാം 2010 ആഗസ്റ്റിൽ ലോകരാജ്യങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ജനീവ കൺവെൻഷനിൽ ക്ലസ്റ്റർ ബോംബ് സംഭരിക്കുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും എല്ലാം ഒരു നിയന്ത്രണത്തിന് കീഴിലാക്കിയത്. അടുത്തതായി മറ്റൊരു അസ്ത്രമുള്ളത് പാശുപതാസ്ത്രമാണ്. ഈ അസ്ത്രങ്ങളിൽ എല്ലാം ഏറ്റവും ശക്തിയായി കാണുന്നത് വിശ്വനാഥൻ്റെ പാശുപതാസ്ത്രം ആണെന്ന് പുരാണം പറയുന്നു. ആചാര്യ ദ്രോണമുഖത്തു നിന്നും അർജുനൻ പഠിച്ചെടുത്ത ബ്രഹ്മാസ്ത്രവിദ്യ ഉണ്ടായിട്ട് പോലും അർജുനന് യുദ്ധം ജയിക്കാമെന്നുള്ള ആത്മവിശ്വാസം കൈവന്നത് മഹാദേവനാൽ നൽകപ്പെട്ട പാശുപതാസ്ത്രം ലഭിച്ചപ്പോഴാണ്. ഭാരതയുദ്ധത്തിൽ പാശുപതാസ്ത്രം പ്രയോഗിക്കേണ്ടി വന്നില്ല. വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ പരമേശ്വരൻ്റെ കൈവശമുള്ള അമ്പ് അല്ലെങ്കിൽ ശരം ആണ് പാശുപതാസ്ത്രം. ശ്രീ പരമേശ്വരൻ്റെ കൈവശം പിനാകം എന്നൊരു വില്ലുണ്ട്. എപ്പോഴും വിഷം ചീറ്റുന്ന 7 തലയുള്ള ഒരു ഉഗ്ര സർപ്പമാണ് പിനാകം. ഈ വില്ലിൽ തൊടുക്കുന്ന അമ്പ് അല്ലെങ്കിൽ ശരം ആണ് പാശുപതാസ്ത്രം. ബ്രഹ്മാസ്ത്രം, നാരായണാസ്ത്രം മുതലായവയേക്കാൾ ശക്തമാണ് പാശുപതാസ്ത്രം. എന്തോ പാശുപതാസ്ത്രത്തിൻ്റെ രഹസ്യം മാത്രം ഇതുവരെ കലിയുഗത്തിലെ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഗുരുവായ ദക്ഷിണാമൂർത്തി ഭഗവാൻ ശിവൻ മനഃപൂർവ്വം പകർത്താഞ്ഞതാവാം. മഹാഭാരത യുദ്ധകഥയിൽ യുദ്ധാനന്തരം എന്ത് സംഭവിച്ചു എന്നുകൂടി നോക്കാം. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചപ്പോൾ ഇരുപക്ഷത്തും അവശേഷിച്ചത് നാമമാത്രമായ പേർ.
18 നാൾ നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധത്തെ അതിജീവിച്ചത് 12 പേർ മാത്രമായിരുന്നു. പാണ്ഡവപക്ഷത്ത് കൃഷ്ണനും സാത്വികിയും യൂത്സുവും പാണ്ഡവർ 5 പേരും 8 പേർ മാത്രമായിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ അതിനുശേഷം ജീവിച്ചത്. കൗരവപക്ഷത്ത് ആകെ 4 പേർ മാത്രമാണ് 11 അക്ഷൗഹിണിപ്പടയിൽ അവശേഷിച്ചത്. കൃപിയിൽ ദ്രോണർക്ക് ജനിച്ച അശ്വത്ഥാമാവും കൃപാചാര്യരും യുദ്ധത്തിൽ അവശേഷിച്ചിരുന്നു. ഇവർ 2 പേരും സപ്ത ചിരഞ്ജീവികൾ ഉൾപ്പെട്ടവരായിരുന്നതിനാൽ ഇരുവരെയും മരണം തൊട്ടില്ല. ഇവരെ കൂടാതെ കൃതവർമാവും വൃഷകേതുവും യുദ്ധത്തിൽ മരിക്കാതെ അവശേഷിച്ചിരുന്നു. ഇന്ന് കലിയുഗത്തിലും 2 ലോകമഹായുദ്ധങ്ങൾ ഭൂമി കണ്ടു. പങ്കെടുത്ത സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും എന്ത് നേടി 2 ഭാഗത്തും എന്ന് ആലോചിക്കുമ്പോൾ കനത്ത നഷ്ടം മാത്രമായിരുന്നു ഫലം. പുരാണങ്ങളിലും അന്നും ഇന്നും എല്ലാം യുദ്ധങ്ങൾ നഷ്ടം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അതിനാൽ ഇനിയെങ്കിലും യുദ്ധരഹിതമായ ഒരു ലോകക്രമത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്തേ.